ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 25 തൊട്ട് 32 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 25 തൊട്ട് 32 വരെയുള്ള വേദഭാഗങ്ങൾ. അവൻ്റെ മൂത്ത മകൻ വയലിൽ ആയിരുന്നു. അവൻ വന്ന് വീട്ടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു. നമുക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് വായിക്കുവാൻ ഇടവന്നത്. പലപ്പോഴും മുടിയനായ പുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ മകനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ മൂത്ത മകനെക്കുറിച്ചാണ് നമുക്ക് ആ 25 തൊട്ട് 32 വരെയുള്ള വേദഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ഇളയ മകന് പാപിയായ ഒരു മനുഷ്യൻ്റെ മാനസാന്തരത്തെ ദൃഷ്ടാന്തപ്പെടുത്തുന്നു, കാണിക്കുന്നു. എന്നാൽ ഈ മൂത്ത മകന് അപ്പൻ്റെ ഭവനത്തിലാണ് താമസിക്കുന്നത്, അപ്പൻ്റെ ഇഷ്ടങ്ങളാണ് ചെയ്യുന്നത്. വളരെ കഠിന അധ്വാനിയായ ഒരു മനുഷ്യനാണ്. വയലിൽ വളരെ ശക്തമായി അധ്വാനിച്ച് മടങ്ങി വരുമ്പോഴാണ് വീട്ടിലെ ഈ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളൊക്കെ താൻ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു പരീശൻ അല്ലെങ്കിൽ ഒരു സദൂക്യനായ ഒരു മനുഷ്യന് ദൃഷ്ടാന്തമായിട്ടാണ് ഈ വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ മകന് പാപിയായ ഒരു മനുഷ്യന്റെ മാനസാന്തരത്തെ കാണിക്കുമ്പോൾ ഈ മകന് ഒരു പരീശൻ അല്ലെങ്കിൽ ഒരു സദൂക്യന്റെ ദൃഷ്ടാന്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്തുകൊണ്ടാണ്? പ്രൈസ് ദി ലോർഡ്. അപ്പനെ വിട്ടു പോയിട്ടില്ലല്ലോ, അവന് പാപമൊന്നും ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവന് അപ്പൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്, അധ്വാനിയായ മനുഷ്യനാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഒരു പരീശന്റെ നിലയിലേക്ക് ഇവനെ ഉപമാനിക്കുവാൻ കാരണം? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒന്ന് ആ വചനത്തിലേക്ക് നോക്കാം. അവൻ്റെ മൂത്ത മകൻ വയലിൽ ആയിരുന്നു. അവൻ വന്ന് വീട്ടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു. അവനോട് നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് തടിച്ച കാളക്കുട്ടി അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അവനോട് ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരാട്ടിൻകുട്ടിയെ തന്നിട്ടില്ല എന്ന് അവൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ശ്രദ്ധിക്കേണ്ട ഒരു ആത്മീയ ചിന്ത നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവൻ്റെ ആ സമീപനത്തെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൻ്റെ ഭവനത്തിൽ ഉണ്ടായ സന്തോഷത്തിന്റെ കാരണം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ഒരു മകൻ മടങ്ങി അപ്പൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ ആ ഭവനത്തിൽ വലിയൊരു സന്തോഷം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഭവനത്തിന്റെ സന്തോഷം ആരുടെ സന്തോഷമാണ്? അപ്പൻ്റെ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? അപ്പൻ ഇങ്ങനെ ദൂരവേ ഈ മകനെ നോക്കി നിൽക്കുകയാണ്. ഈ മകൻ കടന്നു വരുമ്പോൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് തിരുവചനത്തിൽ കാണാം. അവന് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ കൊടുത്തുകൊണ്ട് ഒരു മകനായിട്ട് അവനെ സ്വീകരിക്കുന്ന നമുക്ക് കാണാം. പ്രൈസ് ദി ലോർഡ്. അപ്പം ആ ഭവനത്തിലെ സന്തോഷത്തിന്റെ കാരണം ഒരു മകൻ മടങ്ങി വന്നതിന്റെ സന്തോഷമാണ്. ഹല്ലേലൂയ. ഈ സന്തോഷം ആ ഭവനത്തിൽ നടക്കുമ്പോഴാണ് മൂത്ത മകന് വയലിൽ നിന്ന് മടങ്ങി വരുന്നത്. അവന് ആ ഭവനത്തിലേക്ക് വരുമ്പോൾ അവൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരു വലിയ സന്തോഷത്തിന്റെ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവന് ആരോടാ ചോദിക്കുന്നത്? അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അപ്പനോടാണോ ചോദിക്കുന്നത്? അല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വേലക്കാരനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഈ ഭവനത്തിൽ നടക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവൻ അപ്പന്റെ ഭവനത്തിലാണ് താമസിക്കുന്നത്.
താമസിക്കുന്നത്. ആമേൻ. എന്നാൽ അപ്പനുമായിട്ടുള്ള അവന്റെ ബന്ധം ഹല്ലേലൂയ ആമേൻ ദൃഢമല്ല, ശക്തിയുള്ളതല്ല. വേലക്കാരനെ വിളിച്ച് ചോദിക്കുക, എന്നാ ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ അപ്പൻ ഇറങ്ങി വന്നിട്ട് ആ മകനോട് അപേക്ഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താ അപ്പൻ അപേക്ഷിക്കുന്നത്? ആമേൻ, ഈ സന്തോഷത്തിൽ നീയും കൂടെ പങ്കെടുക്കാനാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവനിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാന്ന് ചോദിച്ചാൽ ഒരു ഒഫൻഡിങ് സ്പിരിറ്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, സന്തോഷം ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ അനുഭവിക്കുവാൻ അവസരം ലഭിക്കുമ്പോഴും അവൻ ആ സന്തോഷം അനുഭവിക്കുന്നില്ല, അവൻ അതിനോട് എതിർത്ത് നിൽക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതാണ് ഇവിടെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലുള്ള സന്തോഷം അനുഭവിക്കുവാൻ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഹല്ലേലൂയ. ഏതെങ്കിലും സാഹചര്യം നിമിത്തമായിട്ട് ആ സന്തോഷത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിട്ടുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ഒരു സാഹചര്യം, ഒരു ഒഫൻഡിങ് സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഹല്ലേലൂയ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു ആമേൻ ഹല്ലേലൂയ എതിർക്കുന്ന ഒരു ആത്മാവ്, പ്രൈസ് ദി ലോർഡ്, സഹകരിക്കുന്ന ആത്മാവല്ല, ആമേൻ കൂടി നിൽക്കുന്ന ആത്മാവല്ല, എതിർപ്പിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഇത് വ്യാപരിച്ചാൽ സംഭവിക്കുന്ന ഒരു കാര്യം, ആമേൻ ദൈവമക്കൾ ശ്രദ്ധിച്ചാട്ടെ, ആമേൻ അപ്പന്റെ ഭവനത്തിൽ സന്തോഷമാണെങ്കിലും അവന് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. അവൻ എന്ത് ചെയ്യുകയാണ്? പെറുപെറുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അവൻ കോപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ, ശ്രദ്ധിക്കുക. ആമേൻ, ഒരു ഡിഫെൻഡിങ് അല്ലെങ്കിൽ ഒഫൻഡിങ് സ്പിരിറ്റ് വ്യാപരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സന്തോഷം ഉണ്ടെങ്കിലും സന്തോഷിക്കാൻ പറ്റത്തില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എന്ത് സംഭവിക്കുക? പെറുപെറുപ്പ് സംഭവിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, നഷ്ടം ആർക്കാണ് സംഭവിക്കുന്നത്? ആമേൻ, പെറുപെറുക്കുന്ന വ്യക്തിക്ക് സംഭവിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് ആമേൻ ഈ പകയും ദേഷ്യവും ഒക്കെ ഉള്ള വ്യക്തിക്ക് എന്ത് സംഭവിക്കുകയാ? ദൈവസന്നിധിയിൽ ലഭിക്കേണ്ട ആനന്ദം എന്ത് ചെയ്യുകയാണ്? നഷ്ടപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. രണ്ട് ഒഫൻഡിങ് സ്പിരിറ്റ് ഉള്ള വ്യക്തിയെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ ആമേൻ ഹല്ലേലൂയ മകനെ തന്നെ നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവനോട് ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. അപ്പോ ആമേൻ ഈ മകൻ ചെയ്യുന്നത് എന്താണ്? സ്വയത്തിൽ നീതീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇതുവരെ നിന്റെ കൽപ്പന എന്ത് ചെയ്തിട്ടില്ല? ലംഘിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വയം നീതീകരണത്തിനകത്ത് അവൻ ഉയരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ആമേൻ, സന്തോഷമുണ്ടെങ്കിൽ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല, പെറുപെറുക്കുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ഹല്ലേലൂയ, സ്വയം നീതീകരണത്തില് ഉയരപ്പെടുന്ന ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആമേൻ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ നമ്മൾ വിശുദ്ധരാണ്? ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ദൈവത്തിന്റെ വചനം ആമേൻ പ്രൈസ് ദി ലോർഡ് എൽ ജോർജ് അത് എടുത്തു പറഞ്ഞല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്വർഗത്തിലെ ദൂതന്മാര് ആമേൻ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്ന് നിന്നുകൊണ്ട് ഒരുവനോട് പറയുക, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ. എബ്രായ ഭാഷയിൽ 3 പ്രാവശ്യം അത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധിയുടെ ഇന്റൻസിറ്റിയുടെ ഏറ്റവും ഉന്നതമായ ഭാവത്തെ കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സർവശക്തനായ ദൈവം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് അവര് ദൈവത്തെ ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. അവരുടെ ആരാധനയുടെ പ്രത്യേകത നോക്കിക്കേ, ആലയത്തിന്റെ ഉമ്മരപ്പടി കുലുക്കാൻ ശക്തിയുള്ള ദൂതന്മാരാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ദൂതന്മാര് ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ വിശുദ്ധിയെ ദർശിച്ചു കഴിഞ്ഞപ്പോ ആമേൻ ഒരുവനോട് പറയുക, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ. ആ പരിശുദ്ധനായ ദൈവത്തെ കണ്ടപ്പോ യെശയ്യാ പ്രവാചകന്റെ കുറവുകളെ കുറിച്ച് തനിക്ക് തിരിച്ചറിവുണ്ടായി. ഹല്ലേലൂയ. അനുതാപമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനുതാപമുണ്ടായി ഏറ്റു പറഞ്ഞപ്പോ ദൈവം ഇടപെട്ട് ക്ലെൻസിങ് കൊടുക്കുകയാ, ഒരു ശുദ്ധീകരണം കൊടുക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആ ശുദ്ധീകരണം
നീതീകരണത്തിന് ശേഷം ഒരു കമ്മീഷൻ കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് വചനത്തിന് ശക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മൾ ദൈവസന്നിധിയിൽ സ്വയനീതീകരണത്തിലല്ല ഇരിക്കേണ്ടത്. ദൈവത്തിന്റെ വിശുദ്ധി എന്താണെന്ന് നമ്മൾ ദർശിച്ചാൽ നമ്മുടെ കുറവ് എന്താണെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് മനസ്സിലാക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. മൈക്കിന്റെ സൗണ്ട് ഒത്തിരി കൂടുതലാണെങ്കിൽ കുറച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം നമ്മളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, ഇവിടെ ആര് വന്നു വന്നില്ല എന്നല്ല നമ്മൾ നോക്കേണ്ടത്. ആമേൻ. ഒരു ഞായറാഴ്ചയിൽ എത്ര പേര് കൂടി വന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. മറിച്ച് ഇതിന്റെ നടുവിൽ വിശുദ്ധനായ ദൈവത്തെ എനിക്ക് കാണാൻ പറ്റിയോ? ഹല്ലേലൂയ. വിശുദ്ധനായ ദൈവത്തെ എനിക്ക് കാണാൻ പറ്റിയെങ്കിൽ ആമേൻ, ആ ദൈവത്തിൽ എനിക്ക് കണ്ടുപിടിക്കുവാൻ ഇന്ന് പകൽക്കാലം ഇടവരും. പ്രൈസ് ദി ലോർഡ്. എന്റെ കുറവിനെ മനസ്സിലാക്കുവാൻ ഇടവരും. അവിടെ ആഴമായ അനുതാപമുണ്ട്, ആഴമായ കരച്ചിലുണ്ട്. ആമേൻ. അവിടെ സന്തോഷത്തിന്റെ ഉല്ലാസത്തിന്റെ അനുഭവമുണ്ട്. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മകൻ അപ്പന്റെ ഭവനത്തിലാണ് താമസിക്കുന്നത്. സ്തോത്രം. അപ്പന്റെ കൽപ്പനയെല്ലാം അനുസരിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പക്ഷേ ആമേൻ, ഇവന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ചിന്ത എന്താണെന്നറിയാമോ? എൻ്റെ സ്നേഹിതരുമായിട്ട് ഒന്ന് ഉല്ലസിക്കേണ്ടതിന് ഒരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ല. പ്രൈസ് ദി ലോർഡ്. അത് ആ നിമിഷം തോന്നിയ ചിന്തയല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് അവൻ അപ്പനെ സേവിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് ഇവന്റെ അകത്തിരിക്കുന്ന ചിന്തയാണ്. പ്രൈസ് ദി ലോർഡ്. അവസരം വന്നപ്പോൾ അവന്റെ അകത്തിരുന്നത് പുറത്തേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂത് മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവന്റെ അകത്ത് ആമെ തിരതലുന്ന ആ തിന്മയുടെ ചിന്ത, ഹല്ലേലൂയ, അവസരം വന്നപ്പോൾ പുറത്തേക്ക് വന്നിട്ട് അവൻ പറയുക, അപ്പനെ ഞാൻ സേവിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടി? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് വചനത്തിന് ശക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ആമേൻ, നമ്മൾ അപ്പനോട് മത്സരിക്കുന്നവരായി തീരരുത്. മത്സരിച്ച സംഭവിക്കുന്ന ഒരു കാര്യം, ആമേ, സന്തോഷിക്കേണ്ട ഇടത്ത് നമ്മൾ പിറുപിറുക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. മത്സരിച്ച സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ സ്വയനീതീകരണത്തിലേക്ക് കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ആമേ, മത്സരിച്ചാൽ ആമേ സംഭവിക്കുന്ന ആമേൻ ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, വചനത്തിനകത്തു നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ, അതുവരെ അപ്പന്റെ ഭവനത്തിൽ അവൻ അനുഭവിച്ച ആമേൻ സന്തോഷമുണ്ട്, വിടുതലുണ്ട്, അതൊക്കെ ഒരു നിമിഷത്തേന് അവൻ മറന്നു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ഹല്ലേലൂയ. അവൻ ഇവൻ സ്വയനീതീകരണത്തിലേക്ക് പോകുകയാണ്, ഇവൻ അപ്പനോട് മത്സരിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ സാഹചര്യത്തിന് നടുവിൽ അപ്പന്റെ സന്തോഷത്തിലേക്ക് ഇവന് പ്രവേശിക്കുവാൻ കഴിയാതെ അപ്പൻ ചെയ്തു കൊടുത്തതെല്ലാം ഒരു നിമിഷത്തേക്ക് അവൻ മറന്നു കളഞ്ഞിട്ട്, ഹല്ലേലൂയ, അപ്പനോട് എതിർത്ത് നിൽക്കുന്ന ഒരു മനോഭാവം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളോട് വചനത്തിന് ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ദൈവമക്കളെ, നമ്മൾ സ്വയനീതീകരണത്തിലേക്ക് പോകരുത്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം കാണുവാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വന്നാട്ടെ, 23-ാമത്തെ അധ്യായം, അതിൻ്റെ 25 മുതലുള്ള വേദഭാഗങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തമായി വചനം പറയുക. ആമേൻ. എവിടെയാ ശുദ്ധീകരണം വേണ്ടത്? ഹല്ലേലൂയ. ശുദ്ധീകരണം വേണ്ടത് നമ്മുടെ ഹൃദയത്തിന്. ഹല്ലേലൂയ. ഹൃദയത്തിനകത്തൊരു ശുദ്ധീകരണം ഉണ്ടെങ്കിൽ ആമേൻ, നമ്മുടെ പുറമെ ആ ശുദ്ധീകരണം വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തിലേക്ക് ഒരുവൻ വന്നപ്പോ അവനെ കൊണ്ടിരുത്തി, ആമേൻ, നിന്റെ മീശ വടിക്കട, താടി വടിക്കട, പുറമെ ഒരു ശുദ്ധീകരണം കൊടുത്ത് ആ പെർഫെക്റ്റ് സ്ഥാനപ്പെട്ടോ, ആമേൻ, നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്ത് അവനോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന അശുദ്ധിയെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ആമേ കഴുകിക്കളഞ്ഞ് അകത്തെ ഒന്ന് ആമേ വെടിപ്പാക്കി ഇന്ന് പകൽക്കാലം ദൈവസന്നിധി സമർപ്പിക്കുന്നുവെങ്കിൽ ആമേ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സ്വയനീതീകരണത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ?
ആമേൻ ജീവിതത്തിൽ എന്ത് ലഭിച്ചാലും തൃപ്തിപ്പെടത്തില്ല. പ്രൈസല്ലോ, ആമേ, പ്രൈസല്ലോ, ആമേൻ. ഒരാള് സ്വയത്തിലാണ് ആശ്രയിച്ച് ജീവിക്കുന്നതെങ്കിൽ എന്ത് ലഭിച്ചാലും തൃപ്തിപ്പെടത്തില്ല. എപ്പോഴും എന്ത് ചെയ്യും? പിറുപിറുത്തുകൊണ്ടിരിക്കും, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്കത് ലഭിച്ചില്ലല്ലോ, എനിക്കിത് ലഭിച്ചില്ലല്ലോ. പ്രൈസല്ലോ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുവാനുള്ളത്, സ്വയത്തിൽ ആശ്രയിക്കുകയോ സ്വയനീതീകരണത്തിലേക്ക് പോവുകയോ ചെയ്യാതെ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തിയിട്ട്, നമ്മുടെ ഹൃദയത്തെ നമ്മൾ നോക്കിയിട്ട്, ഇതിനകത്ത് ക്ലാവ് പിടിച്ചിരിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് യേശു കർത്താവിന്റെ രക്തത്താൽ ഒന്ന് കഴുകി ശുദ്ധീകരണം പ്രാപിച്ചിട്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അതൊരു വിടുതലിന് കാരണമാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രണ്ടാമത്തെ മകൻ എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ മാനസാന്തരം ഉണ്ടായി, മടങ്ങി വന്നു, അപ്പന്റെ ഭവനത്തിൽ സന്തോഷം അനുഭവിക്കുക. എന്നാൽ ഈ മകൻ അപ്പന്റെ ഭവനത്തിൽ തന്നെ താമസിക്കുക, ഇവൻ അപ്പന്റെ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് പിറുപിറുക്കാതെ ഒരു ദിവസം ഉറങ്ങാൻ അവന് പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവന്റെ സഹോദരനെ സ്നേഹിക്കാൻ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആ സഹോദരനെ കുറ്റം വിധിക്കാതെ അവൻ ഒരു ദിവസം ഉറങ്ങുവാൻ കഴിയത്തില്ല. നോക്കിയാട്ടെ, ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ സ്വയം നീതീകരണത്തിലേക്ക് പോകരുത്. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് കപടതയുണ്ടോ, അശുദ്ധിയുണ്ടോ, ജീർണതകളുണ്ടോ? ഇന്ന് പകൽക്കാലം അതിനെ നീക്കിക്കളഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മളെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കാൻ പറയുന്നുണ്ട്, നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ പറയുന്നുണ്ട്. ആമേൻ. സഹോദരൻ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ അവന് വ്യാപരിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ആത്മാവ് എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് അനുകമ്പയില്ലാത്ത ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും അങ്ങനെയുണ്ടോ? അനുകമ്പയില്ലാത്ത ആത്മാവ്. സ്തോത്രം. ഒരാൾ ഒരു തിന്മ ചെയ്യുന്നു, ഒരു പാപം ചെയ്തു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ്റെ തിന്മയും പാപവും ഒക്കെ ഒന്ന് ഉയർത്തി കാണിച്ചിട്ട് അവൻ എന്നേക്കുമായിട്ട് ഇല്ലാതെയാക്കുന്ന ഒരു ചിന്തയാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ സ്നേഹിതൻ, എൻ്റെ സഹോദരൻ നഷ്ടപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ തിന്മയുണ്ടായിരിക്കും, പാപം ഉണ്ടായിരിക്കും. അതിനെ ദൈവസ്നേഹത്തിൽ മറച്ചു വെച്ച് അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവനെ നേടുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ഹൃദയമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന, ഒരു പരീക്ഷനെ പോലെ നമ്മളായിത്തീരരുത്, ഒരു സാധുക്കിനെ പോലെ നമ്മളായിത്തീരരുത്. നമുക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ ഇവൻ അങ്ങ് നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കരുത്. വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. എനിക്ക് ഇഷ്ടമില്ല, എന്നാ പിന്നെ ഇവൻ അങ്ങ് പോകട്ടെ. ഹല്ലേലൂയ. ഇവൻ പോകട്ടെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാ. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം ദൂതായിട്ട് വിളിച്ചു പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ അശുദ്ധിയെ നീക്കുവാൻ ദൈവത്തിന്റെ സന്നിധി ദൈവം നിനക്ക് നൽകി തന്നിരിക്കുകയാ. ഹൃദയത്തിന്റെ അശുദ്ധിയെ നീക്കിയിട്ട് ദൈവസന്നിധി സമർപ്പിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം വിടുതലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒഫൻഡിങ് സ്പിരിറ്റ് വന്നാൽ, പ്രൈസ് ദി ലോർഡ്, ആനന്ദിക്കേണ്ട സമയത്ത് ആനന്ദിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ 25 വർഷം ഇരുന്ന് കാണും. പ്രൈസ് ദി ലോർഡ്. 25 വർഷം ഞാൻ എന്ത് നേടി? എനിക്ക് സന്തോഷിക്കാൻ പറ്റിയോ? എൻ്റെ പിറുപിറുപ്പ് മാറിയോ? ദൈവം ചെയ്ത നന്മയെക്കുറിച്ച് എന്തെങ്കിലും ഓർത്തൊരു നന്ദി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. മറ്റേ മകൻ പാപിയ, വലിയ പാപം ചെയ്തു, പക്ഷേ അവൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് സന്തോഷം അനുഭവിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മറ്റുള്ളവരെ ന്യായം വിധിക്കാനല്ല നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നത്. മറ്റുള്ളവരെ കുറ്റം വിധിക്കാനല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ആമേൻ. വിശുദ്ധി ദൈവത്തിൻ്റെ ദർശിച്ചാൽ ആദ്യം നമ്മളെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ കുറവിനെ നമ്മൾ മനസ്സിലാക്കണം. ആ കുറവിനെ ഏറ്റുപറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ അനുതപിച്ചാൽ ഇന്ന് പകൽക്കാലം നമുക്ക് രക്ഷയുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവിൻ്റെ മേശയിലേക്ക് നമ്മൾ അടുത്തു വരാൻ പോകുകയാണ്. നമ്മളെ തന്നെ ഒന്ന് സ്വയശോധന ചെയ്യാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുന്നത്. സ്തോത്രം.
പിതാവ് ആകർഷിക്കാതെ ഒരു വ്യക്തിക്കും ദൈവസന്നിധി വരാൻ പറ്റത്തില്ല. ആ വ്യക്തി കർത്താവിൽ വസിക്കാതെ ഒരു ഫലവും കായ്ക്കാൻ പറ്റത്തില്ല. കർത്താവിൽ വസിച്ച് ഫലം കായ്ക്കുമ്പോൾ ഒരുപക്ഷെ ആ ഫലത്തിന് എതിരെ ഏറുകൾ ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിൽ ഒരുവൻ വസിക്കാൻ ജീവിതത്തെ സമർപ്പിച്ച് തീരുമാനിച്ചുവെങ്കിൽ അവൻ്റെ ഫലത്തെ നഷ്ടപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്തോത്രം.